സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ISRO രൂപീകൃതമായ വർഷം. ISRO രൂപീകൃതമായ വർഷം 1969 ആണ്. 1969. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന തത്വം സുപ്രീം കോടതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന തത്വം സുപ്രീം കോടതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976 ആണ്. 1976 മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതി. അയിത്തം നിരോധിച്ച ആർട്ടിക്കിൾ. അയിത്തം നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. അയിത്തം നിരോധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ഭേദഗതി. പഞ്ചായത്ത് രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി 73ാമത്തെ ഭേദഗതി. പഞ്ചായത്ത് രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? 73ാം ഭേദഗതി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ഏത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായം. ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. 35 വയസ്സ് ഇന്ത്യൻ രാഷ്ട്രപതിയാകുവാനുള്ള കുറഞ്ഞ പ്രായം. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകൻ ആര്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകൻ ആര്? അഡ്വക്കേറ്റ് ജനറൽ ആണ്. അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമോപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത് 61ാം ഭേദഗതി പ്രകാരമാണ്. 61ാം ഭേദഗതി. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിറർ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകൃതമായ വർഷം. ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകൃതമായത് 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകൃതമായത്. പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകൾ ഏതെല്ലാം? പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകൾ. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിവയാണ് പുരാതന തമിഴകത്തെ ഭൂമിശാസ്ത്രപരമായ 5 തിണകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 24 ആണ്. ആർട്ടിക്കിൾ 24 പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. 1885 ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. മനുഷ്യരക്തത്തിന്റെ ഏകദേശ pH മൂല്യം എത്രയാണ്? മനുഷ്യരക്തത്തിന്റെ ഏകദേശ pH മൂല്യം എന്ന് പറയുന്നത് 7.4 ആണ്. 7.4. മനുഷ്യരക്തത്തിന്റെ ഏകദേശ pH മൂല്യം എത്രയാണ്? 7.4. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികൾ. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ്. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരമാണ് കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ടതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ട പർവ്വതനിരകളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. മുക്തി മിഷൻ ആരംഭിച്ചത് ആരാണ്? രമാബായിയാണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? ജന്തർ മന്ദിർ എവിടെയാണ്? ജയ്പൂരിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2010 ആണ്. 2010. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ എത്ര സമയ മേഖലകളായി തിരിച്ചിട്ടുണ്ട്? ലോകത്തെ എത്ര സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24 സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 24. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത. കൂനൻ കുരിശു സത്യം നടന്ന വർഷം. കൂനൻ കുരിശു സത്യം നടന്നത് 1653-ലാണ്. 1653-ലാണ് കൂനൻ കുരിശു സത്യം നടന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ: ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. ഇപ്പം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകളായിരുന്നത് എന്തൊക്കെയായിരുന്നു? ഉയർന്ന നികുതി നിരക്കായിരുന്നു, നിർബന്ധിതമായിട്ടുള്ള നികുതിയായിരുന്നു, കർഷകരിൽ നിന്ന് നേരിട്ടുള്ള നികുതി പിരിച്ചെടുത്തിരുന്നത്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുത്തിരുന്നു. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. കൃതിയുടെ പേര് ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 ആണ്. 33.
കുളച്ചൽ യുദ്ധം നടന്ന വർഷം, കുളച്ചൽ യുദ്ധം 1741. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? ജ്യോതിറാവു ഫുലെ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിൽ 1885 ഈ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തിരുന്നത്? 72 പേരാണ് പങ്കെടുത്തത്. 72. ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്ന്? ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. 1905 ഒക്ടോബർ 16. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം ഏതാണ്? കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, LDL, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി? ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമിർ ഫങ്ക് ആണ്. കാസിമിർ ഫങ്ക്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്? പ്രോവൈറ്റമിൻ എ ബീറ്റാ കരോട്ടിൻ ആണ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിൻ. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം? ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലാസിയ. ഓസ്റ്റിയോമലാസിയ എന്തിൻ്റെ അപര്യാപ്തത രോഗമാണ്? ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ്. മുതിർന്നവരിലാണ് ഉണ്ടാകുന്നത് ഓസ്റ്റിയോമലാസിയ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. പ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? പ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒഡീഷ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദി. നിയന്ത്രണ രേഖ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള അതിർത്തിയാണ്? നിയന്ത്രണ രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. ലോകസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ്? ലോകസഭാംഗത്തിന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷം. ധനകാര്യ ബിൽ പാർലമെന്റിലെ ഏത് സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുവാൻ കഴിയുക? ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭ. ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. സ്വർണത്തിന്റെ രാസചിഹ്നം എന്താണ്? സ്വർണത്തിന്റെ രാസചിഹ്നം AU ആണ്. ഓർ അറ്റോമിക് നമ്പർ 79 ആണ്. സ്വർണത്തിന്റെ രാസചിഹ്നം AU, അറ്റോമിക് നമ്പർ 79. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏത്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തലയാണ്. തൃശ്ശൂർ ജില്ലയിലെ വൈന്തലയാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. വൈദ്യുത പ്രക്ഷോഭം നടന്നത് ഏത് സ്ഥലത്താണ്? വൈദ്യുത പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. ഗ്രാമപഞ്ചായത്ത് അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഗ്രാമപഞ്ചായത്ത് അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. 21 വയസ്സ്.
ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? ചരക്ക് സേവന നികുതി നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 101 ഭേദഗതിയാണ്. 101 ഭേദഗതി. നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ തിളങ്ങുന്നതിന് കാരണമായത് അന്തരീക്ഷ അപവർത്തനമാണ്. അപവർത്തനം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 11 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മാർഗം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയാണ്. തെർമൽ പവറാണ്. തെർമൽ പവർ. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി വേവ് എനർജി പ്രോജക്റ്റ് വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി വിഴിഞ്ഞം. കണ്ണിലെ ലെൻസിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കണ്ണിലെ ലെൻസിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ടോണോമീറ്റർ ആണ്. ടോണോമീറ്റർ. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം ഏത്? ഹൈക്കോടതികളെ സമീപിക്കാവുന്ന അനുച്ഛേദം 226 ആണ്. അനുച്ഛേദം 226. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സ്പോണ്ടിലൈറ്റിസ്? സ്പോണ്ടിലൈറ്റിസ് ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു? നട്ടെല്ലിനെ ബാധിക്കുന്നതാണ് സ്പോണ്ടിലൈറ്റിസ്. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാക്കുന്ന വിഷവസ്തു. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്റ്റിൻ. ഫോസ്റ്റിൻ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. നിഴൽ തങ്ങൾ ആരാധനാലയം സ്ഥാപിച്ചത് ആര്? നിഴൽ തങ്ങൾ ആരാധനാലയം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697-ലാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതിയാണ്. 2019 104 ഭേദഗതി. ഫാക്ട്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥാപിതമായ വർഷം. ഫാക്ട് സ്ഥാപിതമായ വർഷം 1943. 1943. പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ എന്തിനെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്? ലൈറ്റ് ഇയർ ദൂരത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ. എന്തിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു? ദൂരം. മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് വലനം, ഫോൾഡിംഗ് എന്ന പ്രക്രിയ മൂലമാണ്. വലനം. ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകാതിരലാണ്? ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് സംയോജക സീമയിലാണ്. സംയോജക സീമ. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേബിൾ ലംജാവോ മണിപ്പൂരാണ്. മണിപ്പൂർ. ഫൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഫൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് മാലാസെൻ ആണ്. മാലാസെൻ. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി? കപില. കപില എന്നറിയപ്പെടുന്നത് കബനി നദിയാണ്. കബനി നദി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നതെന്ന്? ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം.
കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമാക്കി യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം. പശ്ചിമഘട്ടം 2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമാക്കി യുനെസ്കോ തെരഞ്ഞെടുത്തത് 2012. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും ദുർബലമായ ബലം. മലയാള ഭാഷയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അച്ചടി ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി രചിച്ചത് ഏത് യൂറോപ്യൻ വൈദികനാണ്? സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ഫാദർ ക്ലെമന്റ് ആണ്. ഫാദർ ക്ലെമന്റ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആര്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിൽ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്ന വർഷം. റെയിൽവേ ദേശസാൽകൃതമായ വർഷം 1951. 1951. ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക വന്യജീവി ദിനം മാർച്ച് 3. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ ആകെ എണ്ണം എത്രയാണ്? കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ ആകെ എണ്ണം 44. ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ദേശീയ അക്കാദമി ഏതാണ്? ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ദേശീയ അക്കാദമി സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമി. ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. ഗരീബി ഹഠാവോ, ദാരിദ്ര്യം നീക്കം ചെയ്യുക എന്ന മുദ്രാവാക്യം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 5-ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ. എത്രാമത്തേതാണ്? 5-ാം പഞ്ചവത്സര പദ്ധതി. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന വാർഷിക പദ്ധതികളുടെ കാലഘട്ടം ഏത്? പ്ലാൻ ഹോളിഡേ 1966 മുതൽ 69 വരെയാണ്. 1966 മുതൽ 69 വരെ. അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.